നോക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. സങ്കീർത്തനം 20 നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വായിച്ചു കേൾക്കാം. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവന് നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമാകുന്നതാകട്ടെ. ആദിയിൽ ഇപ്പോഴും എന്നേക്കും പ്രകാരം തന്നെ. ആമേൻ. പ്രാർത്ഥിക്കാം. സ്നേഹവാനാകുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിലും ദൈവമേ തിരു കുടുംബത്തിന് നൽകുന്ന നന്മകളെ ഓർക്കുവാൻ പ്രാർത്ഥനയോടുകൂടെ അനേകം നാളത്തെ ആഗ്രഹവും പ്രാർത്ഥനയും സഫലമാക്കുവാൻ ഇന്നേ ദിവസം ഞങ്ങളെല്ലാവരെയും അങ്ങിടയാക്കുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നന്ദിയോടുകൂടെ തിരുസന്നിധിയിലായി പ്രഭാതത്തിൽ കുടുംബമായി, ബന്ധുക്കളായി, ചാർച്ചക്കാരായി ഈ തിരുകുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കാളിയാകുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് കൂട്ടിവരുത്തിയിരിക്കുന്ന നല്ല ദൈവത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയ പിതാവിനെയും മാതാവിനെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കൾക്ക് ദാനമായി നൽകിയ മക്കളുടെ ഭാവി ജീവിതത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളും കരുതുവാനും പ്രാർത്ഥനയോടുകൂടെ ഓരോ കാര്യങ്ങളും ക്രമപ്പെടുത്തുവാനും അങ്ങിടയാക്കുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അങ്ങ് ദാനമായി നൽകിയ പ്രിയമകന് ഒരു വിവാഹ ജീവിതത്തിലൂടെ പ്രിയപിതാവ് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാനുള്ള തക്കതായ തുണയെ കണ്ടെത്തുവാൻ പ്രിയ മാതാപിതാക്കളെ അങ്ങിടയാക്കിയ സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിവസം ഞങ്ങൾ പിതാവെ വിവാഹ നിശ്ചയ ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥനയോടുകൂടെ കടന്നു പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം പ്രിയ മകനോട് കൂടെയും അതോടൊപ്പം ഞങ്ങളുടെ യാത്രയിലും അവിടെ നടക്കുന്ന ശുശ്രൂഷയിലും അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് അങ്ങ് അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തിരുവചനത്തിൽ വായിച്ചതുപോലെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമൊക്കെയും യഹോവ നിനക്ക് നൽകട്ടെ എന്ന പിതാവേ വാഗ്ദത്ത വചനം ഞങ്ങൾ തിരുവചനത്തിൽ വായിച്ചുവല്ലോ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ സൃഷ്ടിച്ചു പരിപാലിച്ച ജീവനുള്ള ദൈവത്തെ ആശ്രയിക്കുവാൻ ഈ പ്രഭാതത്തിലും ഞങ്ങളെ ഇടയാക്കിയ നല്ല സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്തു. അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ അങ്ങ് തന്നെ ഞങ്ങൾ എല്ലാവരെയും വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനങ്ങൾ ഓടിക്കുന്ന മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. സന്തോഷത്തോടുകൂടെ കൃത്യസമയത്ത് അവിടെ എത്തിച്ചേർക്കപ്പെടുവാനും സന്തോഷത്തോടുകൂടെ പിതാവ് മടങ്ങി വരുവാനും പ്രിയ പിതാവ് ഞങ്ങൾ എല്ലാവരെയും അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം യാത്രയിലുടനീളം അങ്ങ് കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ മകനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ പ്രിയ മകനോട് കൂടെ അങ്ങ് വഴിനടത്തണമേ. പ്രിയ മകനെ പരിജ്ഞാനത്താൽ അങ്ങ് തന്നെ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് തന്നെ മാനിച്ചാലും അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തെ പ്രാർത്ഥന കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്തുതിക്കപ്പെടണമേ. രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളെയും ക്ഷമിക്കണമേ.
ഞങ്ങളുടെ പരീക്ഷയെ കിടത്താതെ സർവദോഷങ്ങളും രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. പ്രാർത്ഥനയുടെ ആശീർവാദം കൈക്കൊള്ളാം. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും നമ്മുടെ യാത്രയോടും കൂടിയിരിക്കും. യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രാർത്ഥനയോടുകൂടെ ഈ വിവാഹ നിശ്ചയിപ്പ് ശുശ്രൂഷയിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിജയൻ, വിജയകുമാരി എന്നിവരുടെ മകൻ വിജുരാജ്, ജോസഫ്, അതോടൊപ്പം നിർമ്മല എന്നിവരുടെ മകളായ നിഷ ഇവരുടെ വിവാഹ നിശ്ചയിപ്പ് ശുശ്രൂഷയിലാകുന്നുവല്ലോ നാം പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. 20 മിനിറ്റ് ആകുന്ന ശുശ്രൂഷയുടെ ദൈർഘ്യം. അതുകൊണ്ട് തന്നെ ദയവായിട്ട് നിശബ്ദരായി ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ ദൈവനാമത്തിൽ എല്ലാവരെയും ഓർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് പ്രാർത്ഥനയോടുകൂടി ശുശ്രൂഷ ആരംഭിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്നേ ദിവസവും പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ പ്രാപിപ്പാൻ അങ്ങ് ഇടയാക്കുന്ന വലിയ സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഭക്തിയോടും താഴ്മയോടും കൂടെ സകലവും ദൈവിക അനുഗ്രഹത്തോടുകൂടെ ആരംഭിപ്പാൻ ഞങ്ങളെ അങ്ങ് ഇടയാക്കുന്നുവല്ലോ. ഇന്നേ ദിവസം ഇരു കുടുംബത്തിലെയും പ്രിയ മക്കൾ, പ്രത്യേകിച്ച് വിജിൻ രാജ്, നിഷ എന്നിവർ
ദൈവസന്നിധിയിൽ വിവാഹ നിശ്ചയ ഉടമ്പടി സ്വീകരിക്കുവാൻ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന് നിറഞ്ഞ സാന്നിധ്യം കൂടെ ഇരുന്ന് സന്തോഷത്തോടുകൂടെയും അനുഗ്രഹത്തോടുകൂടെയും പ്രിയ മക്കളുടെ ഉടമ്പടികൾ നിർവഹിക്കുവാൻ അങ്ങ് തന്നെ ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു. ഈ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നു. അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങൾ ഓരോരുത്തരെയും കാത്താലും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും ഇരുന്ന് എന്നോടുള്ള നിന്റെ സർവ്വ നന്മകൾക്കായി എന്ന ഗാനം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. എന്നോടുള്ള എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്നായി നിറയുന്നിൻ സന്നാമോടെ സ്തുതി പാടിടുന്നേ ദേവാസന്നാമോടെ സ്തുതി പാടിടുന്നേ. പാപത്തിൽ നിന്നു എന്നെ കോരിയിടുവാനായി ശാപ ശിക്ഷകളേറ്റ ദൈവമാത്മജ, മഹാശാപ ശിക്ഷകളേറ്റ ദൈവമാത്മജ. എന്നെ അൽപോടു ദിനം തോറും നടത്തുന്ന പൊന്നി ദയാനന്ദ വന്ദനമേ ദേവാ, പൊന്നി ദയാനന്ദം വന്ദനമേ. അന്ത്യവും വരെയുമെന്നെ കാവൽ ചെയ്തിടുവാനന്ദിയുള്ള മകൾ ശക്തി നീയേ നാഥ, അന്തിയുള്ള മകൾ ശക്തി നീയേ. താതൽ സല്ലേതേരൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മാമ ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന മാമ ജീവനാഥ. മഞ്ഞേ അടിയം ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനു ദേവാ, വന്ദനം ചെയ്യും തിരുനാമത്തിനു. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്നും ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. 121 സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥനയോടെ വായിച്ചു കേൾക്കാം. ഞാൻ എന്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനാകുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ കടന്നു വന്ന് അങ്ങേ നോക്കി സ്തുതിക്കുവാൻ ഞങ്ങളെ അങ്ങടയാക്കുന്ന സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവേ, ഇത്രത്തോളം മനോഹരമായിട്ട് പ്രിയമക്കളുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷ നിർവഹിക്കുവാൻ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും സഹോദര കുടുംബങ്ങളെയും ചാർച്ചക്കാരെയും അങ്ങടയാക്കുന്ന സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയമക്കൾ ദൈവിക അനുഗ്രഹത്തോടുകൂടെ പരസ്പരം ആ നിശ്ചയത്തിന്റെ ഉടമ്പടികൾ കൈമാറുമ്പോൾ അവിടുത്തെ സാന്നിധ്യം പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ കൃപ കൂടെ ഇരുന്ന് പ്രിയമക്കളെ വിശുദ്ധിയോടുകൂടെ അങ്ങനെ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
തുടർന്നുള്ള ശുശ്രൂഷകളെയും അങ്ങ് അനുഗ്രഹിച്ചാലും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ തുടർന്ന് പരസ്പരം പരിചയപ്പെടുന്ന അവസരമാകുന്നു. വിജിന്റെ ഭവനത്തിൽ നിന്ന് കടന്നു വന്നവരെ, ഒരാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ, സഹോദര കുടുംബങ്ങൾ, മാതാപിതാക്കൾ, ഏറ്റവും വേണ്ടപ്പെട്ടവരെ പരിചയപ്പെടുത്താം. അതോടൊപ്പം നിഷയുടെ ഭവനത്തിൽ നിന്ന് സഹോദരങ്ങളെയും മാതാപിതാക്കളെയും പരിചയപ്പെടുത്തുവാനുള്ള അവസരമാകുന്നു. ആദ്യം നിഷയുടെ ഭവനത്തിൽ നിന്ന് നിഷയെയും അതോടൊപ്പം പ്രിയ മക്കളെയും പരിചയപ്പെടുത്തുവാൻ ആരെങ്കിലും ഒരാളെ ക്ഷണിക്കുന്നു. ഏറ്റവും വേണ്ടപ്പെട്ടവരെ മാത്രം, സഹോദരങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ മാത്രം. സഹോദരൻ, ഇതില് നിഷയുടെ അമ്മയുടെ അമ്മ ആയിരിക്കും. മറ്റ് സഹോദരങ്ങളും മറ്റ് ബന്ധുമിത്രാദികളും ഇവിടെ ഉണ്ടല്ലോ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് തുടർന്ന് വിവാഹ ഉടമ്പടി കൈമാറുന്നതിന്റെ അടയാളമായി മോതിരങ്ങൾ നമ്മൾ കൈമാറുന്ന ശുശ്രൂഷയാകുന്നു. രാജൻ ഈ സമയം പ്രാർത്ഥനയോടുകൂടെ മോതിരങ്ങളെ വാഴ്ത്തി പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നാളുകളിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഈ ദേശത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നാളുകളിൽ കർത്താവേ, ദൈവ വിവാഹ നിശ്ചയമായി ഇവിടെ ഞങ്ങൾ കൂടി വരുവാൻ നീ കൃപ ചെയ്തതിനായി സ്തോത്രം. ദൈവമേ, ഇന്ന് കർത്താവേ, വിവാഹ നിശ്ചയിപ്പിലൂടെ ദൈവമേ പ്രധാനമായ ഒരു ശുശ്രൂഷയിലൂടെ നിന്റെ മക്കൾ ഒന്നായി ചേരുന്ന ഈ നാളുകളിൽ കർത്താവേ, ദൈവിക സ്നേഹത്തിൽ നിന്റെ മക്കൾ ഉറച്ചു നിൽക്കപ്പെടുവാൻ, ദേശത്തിൽ വിശ്വാസത്തോടെ കടന്നു വരപ്പെടുവാൻ നീ കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ സമയത്തിൽ കർത്താവേ, ഈ മോതിരങ്ങളെയും ഈ വളയെയും ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് അണിയുന്ന നിന്റെ മക്കൾ ഈ ദേശത്തിൽ നന്മകളെ ദൈവമേ പ്രാപിച്ച് ദേശത്തിൽ സമാധാനത്തോടെ ഐക്യത്തോടെ കർത്താവിൽ വിശ്വാസത്തോടെ ദൈവമേ നല്ല കെട്ടുറപ്പുള്ള ഒരു കുടുംബമായി മുൻപോട്ട് കടന്നു വരുവാൻ നീ കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും ദൈവസ്ഥിതിയിൽ എഴുന്നേൽക്കാം. എത്ര നല്ലവൻ മതിയായവൻ
എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളിൽ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്തോഷ സുദിനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായി നൽകുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ പ്രിയമക്കൾ പരസ്പരം കൈമാറിയിരിക്കുന്ന ഉടമ്പടികൾ വിശുദ്ധ വിവാഹ സമയം വരെ വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കുവാൻ അവിടുത്തെ മക്കളെ എല്ലാവരെയും അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടും അനുഗ്രഹത്തോടും ഇന്നേ ദിവസം പ്രിയമക്കൾക്ക് പരസ്പരം വിവാഹ നിശ്ചയിപ്പുടമ്പടി കൈമാറുവാൻ അങ്ങ് നൽകിയ എല്ലാ നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവിക വചനപ്രകാരം വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പിതാവ് പ്രിയമക്കളുടെ വിവാഹ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടുകൂടെ പങ്കാളിയായി തീരുവാൻ അങ്ങ് തന്നെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ വിവാഹത്തിനായിട്ട് പ്രിയമക്കൾ എടുക്കുന്ന എല്ലാ തയ്യാറെടുപ്പിലും എല്ലാ ഒരുക്കങ്ങളിലും അവരുടെ സാന്നിധ്യവും കൂട്ടായ്മയിലെന്ന് അങ്ങ് അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഈ സന്തോഷത്തിൽ പങ്കാളിയായി തീരുവാൻ തിരുസഭയായി, പ്രത്യേകിച്ച് പ്രിയ കുടുംബാംഗമാകുന്ന പ്രിയ ബിഷപ്പായി, കുടുംബമായി, അതോടൊപ്പം ബന്ധുക്കളായി, ചാർച്ചക്കാരായി എല്ലാവർക്കും പങ്കാളിയായി തീരുവാൻ അങ്ങിടയാക്കുന്ന വലിയ സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്തു. അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് തന്നെ കാത്തു പരിപാലിച്ചാലും സന്തോഷമുള്ള നല്ല അനുഭവങ്ങൾ നൽകുന്നതിന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന വിരുദ്ധ സൽക്കാരത്തിലും അവിടുത്തെ സാന്നിധ്യം കൊണ്ടിരുന്നാലും മടക്കയാത്രയിലും അങ്ങ് തന്നെ അനുഗ്രഹിച്ചാലും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, ദേശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരുണ്യം ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളെയും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകൾ ക്ഷമിക്കണമേ. രാജ്യവും ശക്തി മഹത്വവും അതേക്കുള്ളല്ലോ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും ഇന്ന് വിവാഹ ഉടമ്പടിയിൽ പ്രവേശിക്കപ്പെട്ട നിന്റെ മക്കളോടും കുടുംബത്തോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. സമാധാനത്തോടെ ഇരിക്കാം. കട്ടിയെന്നായിരിക്കും. അതിനുശേഷം നമ്മൾ പ്രിയമക്കളിരിക്കുന്ന വരുന്ന സർക്കാർ നമുക്ക് പങ്കാളിയാകാം. ഈ സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് കേക്ക് കട്ടിയ ശുശ്രൂഷയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ സഹകരിച്ച എല്ലാവരെയും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് കടന്നു വന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള പ്രിയ ബിഷപ്പ്, അതോടൊപ്പം കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഒറ്റനാമത്തിൽ ദൈവത്തിന്റെ നാമത്തിൽ നന്ദി അറിയിച്ചു.
പ്രാർത്ഥനയോടുകൂടെ പ്രിയമക്കൾക്ക് ഒരുമിച്ച് ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ സ്നേഹം പങ്കിടുവാൻ, മധുരം പങ്കിടുവാൻ അങ്ങിടയാക്കുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പരസ്പരം പ്രിയമക്കൾ എടുത്തിരിക്കുന്ന ഉടമ്പടികൾ ദൈവനാമത്തിൽ നിർവഹിക്കുവാൻ അവിടുത്തെ മക്കൾ എല്ലാവരെയും അങ്ങിടയാക്കിയാലും പ്രിയമക്കളുടെ ജീവിതവും മധുരകരമായി തീർക്കുവാൻ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്നാലും. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവും അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, യഹോവയുടെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ആമേൻ. സ്നേഹവാനാകുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾക്ക് തിരുസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിയ എല്ലാ മുഖാന്തരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പിതാവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങ് ദാനമായി നൽകിയിരിക്കുന്നുവല്ലോ. ഇന്നേ ദിവസം പ്രിയമക്കൾ വിവാഹ നിശ്ചയ ഉടമ്പടിയോടുകൂടെ, പ്രിയമക്കൾ വിശുദ്ധിയോടുകൂടെ ദൈവസ്ഥനിലായിരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ വിവാഹ നിശ്ചയ ഉടമ്പടി കാത്തു സൂക്ഷിക്കുവാൻ, വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കുവാൻ അവിടുത്തെ മക്കളെ അങ്ങ് തന്നെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, തക്കതായ സമയത്ത് തിരുവാലയത്തിൽ വെച്ച് പ്രിയ മക്കളുടെ വിവാഹം നടന്ന് ഒരുമിച്ച് കുടുംബബന്ധത്തിൽ ചേർക്കപ്പെടുവാൻ അവരുടെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് അങ്ങ് ഒരുക്കുന്നതിലേക്കായി സ്തോത്രം ചെയ്യുന്നു.
പ്രത്യേകിച്ച് നിഷയുടെ ഭവനത്തിലുള്ള മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കൾക്ക് പിതാവ് ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായ മുഖാന്തരങ്ങൾ, മറ്റെല്ലാ മുഖാന്തരങ്ങളും അനുഗ്രഹിച്ച് സന്തോഷത്തോടുകൂടെ മകളുടെ വിവാഹ ശുശ്രൂഷയ്ക്ക് ആവശ്യമായത് ഒരുക്കുവാൻ അങ്ങ് തന്നെ പ്രിയ കുടുംബത്തെ അങ്ങ് തന്നെ കാക്കണമേ. അവിടുത്തെ സാന്നിധ്യം കൂടുതലും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പിതാവ് പ്രിയ മകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടുകൂടെ പിതാവെ ആയിരിക്കുന്നുവല്ലോ. വിവാഹത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഭക്ഷിക്കുവാനും ഒരുമിച്ച് പിതാവെ സ്നേഹബലത്തെ പങ്കിടുവാനും അങ്ങ് ഇടയാക്കിയല്ലോ. അങ്ങ് തന്നെ കൂടെ ഇരുന്ന് അനുഗ്രഹമായിട്ട് ഇനിയും ഞങ്ങളെ ദൈർഘ്യമായി അങ്ങ് വഴി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പിതാവെ കുടുംബത്തിൻ്റെ അംഗമായിരിക്കുന്ന ബിഷപ്പിനെ ഞങ്ങൾ ഓർക്കുന്നു. ബിഷപ്പിൻ്റെ ശുശ്രൂഷ പിതാവെ ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാകുന്നുവല്ലോ. അങ്ങ് തന്നെ കുടുംബമായിട്ട് അങ്ങ് അനുഗ്രഹിച്ച് കാത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മടക്കയാത്രയിലും ദൈവത്തിന് നിറഞ്ഞ സാന്നിധ്യം കൊള്ളുന്നാലും എല്ലാ പ്രാർത്ഥനയും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ കാര്യം ക്ഷമിക്കുന്ന പോലെ അപേക്ഷപ്പെട്ടാൽ സന്തോഷം രാജ്യവും ശക്തി മഹത്വവും ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മ ഈ രണ്ട് കുടുംബക്കാരോടും നമ്മോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.